മലപ്പുറം പൊന്നാനിയിൽ വീട് ജപ്തി ചെയ്തതിന് പിന്നാലെ വയോധിക മരിച്ചു. പാലപ്പെട്ടി സ്വദേശി മാമിയാണ് മരിച്ചത്. മകൻ ആലി അഹമ്മദ് 2020 പാലപ്പെട്ടി ബാങ്കിൽ നിന്നും ലോൺ എടുത്തിരുന്നു. 2022 ആലി അഹമ്മദിനെ അബുദാബിയിൽ വെച്ച് കാണാതായി. ലോൺ അടവ് തെറ്റിയതോടെ ഇന്നലെയായിരുന്നു ജപ്തി. മുബഷീർ പി അക്ബർ വിവരങ്ങളുമായി. മുബഷീർ, സങ്കടകരമായ കാര്യമാണ്. പാലപ്പെട്ടി സ്വദേശിയായ വൃദ്ധയാണ് മരിച്ചിരിക്കുന്നത്. വീട് ജപ്തി ചെയ്തതിന് തൊട്ട് പിന്നാലെ സംഭവിച്ച മരണമാണോ? എന്താണ് നാട്ടുകാരും ബന്ധുക്കളും പറയുന്നത്? മുബഷീർ, മലപ്പുറം പാലപ്പെട്ടിയിലാണ് ഈ ഒരു ദാരുണമായ സംഭവം ഉണ്ടായിരിക്കുന്നത്. സ്മൃതി, പാലപ്പെട്ടി സ്വദേശിയായിട്ടുള്ള മാമി, 83 വയസ്സുള്ള മാമിയുടെ മകനായിട്ടുള്ള അലി 2020 പാലപ്പെട്ടി SBI ബ്രാഞ്ചിൽ നിന്നും 25 ലക്ഷത്തോളം രൂപ വീട് വെച്ചുകൊണ്ട്, വീടിൻ്റെ പട്ടയം പണയം വെച്ചുകൊണ്ട് ലോൺ എടുത്തിരുന്നു. വർഷങ്ങൾക്കിപ്പുറവും ആ ഒരു ലോണിൻ്റെ തിരിച്ചടവുണ്ടാകാത്ത സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസമാണ് ബാങ്ക് അധികൃതർ വീട്ടിലേക്ക് എത്തുന്നത്. തുടർന്ന് അവിടെ ഉണ്ടായിരുന്ന മാതാവായിട്ടുള്ള മാമിയോട് സംസാരിച്ച് ജപ്തി നടപടികൾ സ്വീകരിച്ചു എന്നുള്ളതാണ് അവിടെയുള്ള അയൽവാസികളുമായി സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തൊട്ടു പിന്നാലെ ഇന്ന് രാവിലെയാണ് മാമിയുടെ മരണം സംഭവിച്ചത്. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഈ വീട് ജപ്തി ചെയ്തതിലുള്ളൊരു മനോവിഷമമായ വയോധികമായിട്ടുള്ള സ്ത്രീക്കുണ്ടായിരുന്നു എന്നുള്ളതാണ് സമയത്ത് അവിടെ ഉണ്ടായിരുന്ന അയൽവാസികളും ബന്ധുക്കളും വ്യക്തമാക്കുന്നത്. ജപ്തി നടപടി ചെയ്യാനെത്തിയ ബാങ്ക് ഉദ്യോഗസ്ഥരോടെ കുറച്ച് ദിവസം കൂടി നീട്ടിത്തരണം, കൂടാതെ അടച്ചു തീർക്കാമെന്ന കാര്യങ്ങളൊക്കെ തന്നെ അപേക്ഷിച്ചിരുന്നെങ്കിലും അവർ അതിന് തയ്യാറായില്ല. ആ ഒരു മനോവിഷമം അവർക്ക് വലിയ രീതിയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ബന്ധുക്കൾ ആരോപിക്കുന്നത്. എന്നാൽ ഇക്കാര്യത്തിൽ ബാങ്ക് അധികൃതരുമായി സംസാരിക്കുമ്പോൾ ജപ്തി നടപടികളുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ഈ ഒരു കുടുംബത്തെ ബന്ധപ്പെട്ടിരുന്നു. പണം തിരിച്ചടച്ചില്ലെങ്കിൽ ജപ്തി ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന് അറിയിച്ചിരുന്നു. അതൊന്നും തന്നെ വകവയ്ക്കാതുള്ളൊരു നീക്കം കുടുംബത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായി എന്നുള്ളതാണ് ബാങ്ക് ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി തന്നെ നേരത്തെ നിയമസഭയിൽ പറഞ്ഞ് നമുക്കറിയാം, ബാങ്ക് നടപടികളിൽ ജപ്തി നടപടികളിലേക്ക് ഒരിക്കലും ബാങ്ക് അധികൃതർ കടക്കരുതെന്ന് പറഞ്ഞിരുന്നു. അതാണ് കൃത്യമായ സർക്കാരിന്റെ നിർദ്ദേശമുണ്ടായിട്ടും ആ നടപടികളുമായി പല ബാങ്കുകളും പോകുന്നു എന്നുള്ളതാണ്. അതിനുശേഷം മരണ വാർത്തയാണ് ഇപ്പോൾ മുബഷീർ റിപ്പോർട്ട് ചെയ്തത്.